ബി.ജെ.പിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരിക്കൽ മാത്രമാണ് ഒരു രാജഗോപാലിനെ നിയമസഭയിലേക്ക് അയക്കാൻ പറ്റിയത്. ടെക്നിക്കലി ഒരു പക്ഷേ പി.സി. തോമസിന്റെ വിജയം ബി.ജെ.പിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് അവകാശപ്പെടാവുന്ന സുരേഷ് ഗോപിയുടെ വിജയമാണ് ലോക്സഭയിലേക്ക്. ഇത് മാറ്റി നിർത്തിയാൽ ഒരു ജനപ്രതിനിധിയെ പോലും സൃഷ്ടിക്കാൻ പറ്റാത്ത പാർട്ടിയിൽ അത്രമേൽ വലിയ പടലപ്പിണക്കങ്ങൾ ആണ് നടക്കുന്നത്. അതിന് പരിഹാരം കണ്ടെത്താൻ അമിത്ഷായുടെ സന്ദർശനത്തിലൂടെ സാധിക്കുമോ? എന്തായാലും ഇതിനെ ഇപ്പം അന്ന് 2016 രാജഗോപാൽ വിജയിച്ചതും 2024 സുരേഷ് ഗോപി വിജയിച്ചതും അതേപോലെ 2004 പി.സി. തോമസ് വിജയിച്ചതും അതിനെ മാറ്റി നിർത്തിയാൽ എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. എനിക്ക് എന്തിനാ മനസ്സിലാവുന്നില്ല, എന്തിനാണ് അതിനെ മാറ്റി നിർത്തുന്നത്? അത് മാറ്റി നിർത്തുന്നത് ഒന്ന്, പി.സി. തോമസ് താങ്കൾ പറഞ്ഞത് 2004 തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്തായിരുന്നു പി.സി. തോമസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നറിയാം. ബി.ജെ.പി നേരിട്ട് പി.സി. തോമസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയില്ല. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ടു. ഒ രാജഗോപാൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. അവിടെ ആ ജനതയ്ക്കുണ്ടായ ഒരു വികാരമുണ്ട്. പിന്നീട് പരാജയപ്പെട്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ വിജയിക്കുന്നു. ഒട്ടേറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവിടെ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവിടെ പൂരം കലക്കൽ പോലെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയ വോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമല്ലേ ബി.ജെ.പിക്ക് ഇപ്പോഴും വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്ത് ബി.ജെ.പി വോട്ടുകൾ എന്ന നിലയിൽ ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ ഇപ്പോഴുമില്ല. അതുകൊണ്ടാണ് ഞാൻ മാറ്റി നിർത്തി എന്ന് പറഞ്ഞത്. അല്ല, താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. 100% ബി.ജെ.പിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുറപ്പുള്ള മണ്ഡലങ്ങൾ കേരളത്തിൽ ഇല്ല. അത് സത്യമാണത്. 100% കാര്യം നിർത്തിയാലും എങ്ങനെ നിർത്തിയാലും അങ്ങനെ ഉള്ള മണ്ഡലങ്ങൾ ഈ മുന്നണികൾക്കും എത്ര എണ്ണമുണ്ട്? 100% CPM വിജയിക്കും. ആരേത് കുറ്റിച്ചൂല് നിന്നാലും CPM ജയിക്കൂ എന്ന് പറയാവുന്ന മണ്ഡലങ്ങൾ കണ്ണൂരിലെ 1-2 മണ്ഡലങ്ങൾ ഉണ്ടാവും. അതേപോലെ UDF-നും അങ്ങനെ തന്നെയേ ഉള്ളൂ. അത് തന്നെ അവർക്ക് കിട്ടിയത്, ലഭിച്ചത്, ആ ഒരവസ്ഥയിലേക്ക് എത്തിയത് തന്നെ കഴിഞ്ഞ 10-20 വർഷം ഇവർ മാറി മാറി ഭരിച്ച പല കാര്യങ്ങളും കൊണ്ടാണ്. ബി.ജെ.പി അപ്പോഴും ശ്രീ ഷാബു പ്രസാദ്, അവർക്കൊക്കെ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളും കുറഞ്ഞ മണ്ഡലങ്ങളും എന്തെങ്കിലും പറയാമല്ലോ. പക്ഷെ ബി.ജെ.പി അതാണോ സാഹചര്യം? അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലേക്കാണ് വരുന്നത്. നോക്കൂ, കേരളത്തിൽ ബി.ജെ.പി നേരിടുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി.ജെ.പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 2 മുന്നണികളിലായി ഹൈലി പോളറൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ 2 മുന്നണികളിൽ അല്ലാതെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പാർട്ടിക്കുള്ള വിജയ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതാണ് ആ ഒരു ബാരിയർ മറികടക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നോക്കൂ, ഇവിടെ CPM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്ന കക്ഷി ആരാണ് അഭിലാഷേ? ബി.ജെ.പി തന്നെ അല്ലേ? ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് 3ാമത്തെ സ്ഥാനം ബി.ജെ.പിക്കാണ്. പക്ഷെ അത് സീറ്റുകളായി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ബി.ജെ.പിയേക്കാൾ എത്രയോ കുറഞ്ഞ വോട്ടുകളാണ് മുസ്ലിം ലീഗിനുള്ളത്, എത്രയോ താഴെയാണ് മറ്റുള്ള. അതെ, തീർച്ചയായും. പക്ഷേ അവർ അവരുടെ പോക്കറ്റുകളിൽ പ്രബലരും അവരുടെ പോക്കറ്റുകളിൽ വിജയിക്കാൻ ശേഷിയുമുള്ളവരാണല്ലോ. ഒറ്റയ്ക്ക് വിജയിക്കാൻ സാധ്യമല്ല. അതിപ്പോൾ CPI പോലും ഒറ്റയ്ക്ക് നിന്നാൽ വിജയിക്കുമെന്ന് തോന്നുന്നില്ല. അതായത് ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പൊ ഈ 2 മുന്നണികളിലെയും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ബി.ജെ.പിയും എല്ലാം ഒറ്റയ്ക്ക് മാറി നിന്ന് മത്സരിച്ച് നോക്കിയാൽ ഇവിടെ ബി.ജെ.പിക്ക് കുറഞ്ഞത്. ശരി, റൈറ്റ്. താങ്കൾ യാത്രയിലാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് വ്യക്തതക്കുറവുണ്ടാകുന്നുണ്ട്. താങ്കളിലേക്ക് വരാം.